നമ്മളിന്നൊരു ബോട്ടിങ്ങിന് വന്നിട്ടാണുള്ളത്. ഇത് വേറെ എവിടെയല്ല, നമ്മുടെ കണ്ണൂർ ജില്ലയിലെ നമ്മുടെ പ്രസിദ്ധമായ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഒരു ബോട്ടിംഗ് സർവീസാണിത്. ഇവിടെ KTDCയുടെ ബോട്ടിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് ബോട്ടിങ്ങും ഉണ്ട്. നമ്മളിപ്പോൾ കണ്ട ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ബോട്ടിങ്ങിന് പോകാവുന്നതാണ്. 50 രൂപയാണ് ഒരാൾക്ക് ബോട്ടിങ്ങിന് ചാർജ് വരുന്നത്. ഈ കാണുന്ന വലിയ ഹൗസ് ബോട്ടിൽ കയറാനുള്ള ഒരു ചാർജാണത്. അരമണിക്കൂറാണ് ബോട്ടിംഗ് ഉണ്ടാവുക. നമ്മൾ ആലപ്പുഴയിലൊക്കെ കാണുന്ന വലിയ വലിയ ഹൗസ് ബോട്ടിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ ഹൗസ് ബോട്ടിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ബോട്ടിംഗ് ഉപയോഗിക്കാവുന്നതാണ്. താഴെ നല്ലൊരു ഫ്ലോറൊക്കെ ഉണ്ട്, അവിടെ TVയും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതിനോട് ചേർന്ന് ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട്, വാഷ് ബേസിൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ ഹൗസ് ബോട്ടാണ്. ഇതുപോലത്തെ 2-3 ഹൗസ് ബോട്ടുകൾ ഇവിടെ ഉണ്ട്. KTDCൻ്റെ ചെറിയ ബോട്ടുകളും ഉണ്ട്. ചെറിയ ബോട്ടിന് വരുന്നത് ഒരു ബോട്ടിന് 600 രൂപയൊക്കെയാണ്. അതിൽ ഒരു ഫാമിലിക്ക് മുഴുവനായിട്ട് പോകാം. ഇവിടെ സ്റ്റെയർ കേസൊക്കെ ഉണ്ട്, നമുക്ക് മുകളിലോട്ട് കയറി നോക്കാം. സാധാരണ നമ്മളൊരു ഹോട്ടൽ റൂമിലേക്കൊക്കെ കയറുന്ന ഒരു ഫീലാണ്. ഒരു ബോട്ടിൻ്റെ ഉള്ളിലാണെന്ന് അങ്ങനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല. അതിൻ്റെ പുറത്തൊക്കെ നോക്കിയാൽ മാത്രമേ നമുക്ക് വെള്ളം കാണുമ്പോൾ മാത്രമേ നമ്മളിപ്പം ബോട്ടിലാണ് ഉള്ളതെന്ന് മനസ്സിലാവുള്ളൂ. കാരണം അത്ര നല്ല മനോഹരമായിട്ട് അതിൻ്റെ ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ലക്ഷറി ആയിട്ടുള്ള ബോട്ട് തന്നെയാണ്. മുകളിലും വാഷ് ബേസിനും അതുപോലുള്ള വാഷ്റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയൊരു ഹാളാണ് ഇവിടെയുള്ളത്. അതിൻ്റെ സൈഡിൽ നമുക്ക് ചേർന്ന് പുഴയൊക്കെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചെയർ കാര്യങ്ങളൊന്നുമില്ല, ഫുള്ള് ഹാൾ ഫ്രീ ആയിട്ടാണുള്ളത്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു DJ പാർട്ടിയോ അതുപോലെ മീറ്റിങ്ങോ ഗെറ്റ് ടുഗദർ ഫങ്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്താൻ ആ ഒരു ഹാള് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അവിടെ DJ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാട്ടൊക്കെ ഓണാക്കിയിട്ടുണ്ട്. പാട്ട് നമ്മളിപ്പം പ്ലേ ചെയ്യുന്നില്ല, കാരണം നമുക്ക് കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട്. നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ അതുപോലെ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് മുഴുവനായിട്ടും ആ ബോട്ട് ബുക്ക് ചെയ്ത് നമുക്കതിൽ ട്രാവൽ ചെയ്യാം. ഇപ്പം നമുക്ക് നമ്മുടെ എന്തെങ്കിലും ചെറിയ ഫങ്ഷൻ, ബർത്ത്ഡേ പാർട്ടി, ഗെറ്റ് ടുഗദേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഫുഡും കാര്യങ്ങളൊന്നും ഇവിടെ ഇതിലില്ല. നമ്മൾ ശരിക്കും അരമണിക്കൂർ മാത്രമേ നമുക്ക് യാത്രയുള്ളൂ. അതിൽ കൂടുതൽ വേണമെങ്കിൽ അവരോട് പറഞ്ഞാൽ ചിലപ്പോൾ അറേഞ്ച് ചെയ്യുമായിരിക്കും. പിന്നെ ബാക്കി ഫുഡും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ കരുതേണ്ടി വരും. അത്രയും അരമണിക്കൂറുള്ള ആ ഒരു യാത്രക്കാണ് 50 രൂപ ടിക്കറ്റ് വാങ്ങുന്നത്. ഇപ്പം നമ്മുടെ ബോട്ട് ഇങ്ങനെ പുറകോട്ടെടുത്ത് തിരിക്കുകയാണ്. നമുക്ക് ദൂരെ നമ്മുടെ ആ പറശ്ശിനിക്കടവ് ക്ഷേത്രം കാണാം. ഇതാണ് നമ്മളെ ബോട്ടിൻ്റെ ഉൾഭാഗം. ഒരുപാട് ആൾക്കാർ വന്ന് ഇരുന്നിട്ടുണ്ട്. എല്ലാം നമുക്കറിയാത്ത ആൾക്കാരാണ്. പല ഭാഗത്തു നിന്നും വന്ന ആൾക്കാർക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാനുള്ള ആ ഒരു എക്സ്പീരിയൻസ് കൂടി നമുക്കിതിൽ കിട്ടും. നമ്മൾ ആലപ്പുഴയിലൊക്കെ ഹൗസ് ബോട്ട് മുഴുവനായിട്ട് ബുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു ഗ്രൂപ്പായിട്ട് അറിയുന്ന ആൾക്കാരൊക്കെ പോകുന്നതായിരിക്കും. ഇത് നമ്മൾ സാധാരണ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന പോലെ പല ഭാഗത്തു നിന്നുള്ള ഒരുപാട് ആൾക്കാർക്ക് ഒരുമിച്ച് സംസാരിച്ച് പരിചയപ്പെട്ടിട്ടൊക്കെ വേണമെങ്കിൽ യാത്ര ചെയ്യാം. പിന്നെ അറിയാത്ത ആൾക്കാരും വലിയ പ്രായമുള്ള ആൾക്കാരൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഡാൻസും കാര്യങ്ങളൊന്നും നടന്നൊന്നും വരില്ല. നമ്മളൊന്ന് എൻജോയ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഗ്രൂപ്പായിട്ടൊക്കെ പോകേണ്ടി വരും. ഇപ്പോൾ അമ്പലത്തിലൊക്കെ വന്നവരായതുകൊണ്ട് മിക്കവാറും പ്രായമായവരും സ്ത്രീകളൊക്കെയാണ് കൂടുതലുള്ളത്, അതുപോലെ കുട്ടികളൊക്കെയാണ്. ഇതാണ് നമ്മുടെ പറശ്ശിനിക്കടവ് പാലം, നമ്മൾ ദൂരെ നിന്ന് കാണുന്നുണ്ട്. പറശ്ശിനിക്കടവ് പുഴയുടെ ആ ഒരു ഓളപ്പരപ്പിലൂടെ ആ ഒരു പാലമൊക്കെ കാണാൻ നല്ല മനോഹരമായിട്ടുണ്ട്. മുകളിൽ നമുക്ക് ആകാശമൊക്കെ കാണാം. ആകാശവും പുഴയും തമ്മിലുള്ള ഒരു അതിർവരമ്പ് പോലെ ആ പാലം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ല വലിയൊരു പാലമാണ്. ഇപ്പോൾ അവിടെ നിന്നൊരു ചെറിയ ബോട്ട് വരുന്നുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചെറിയ ബോട്ടിങ്. അത് പ്രൈവറ്റ് ബോട്ട് തന്നെയാണ്. ആ ബോട്ടിന് വരുന്നത് 600 രൂപയാണ് ചാർജ് വരുന്നത്. ഫുൾ ബോട്ട് നമുക്ക് 600 രൂപ കൊടുത്താൽ അരമണിക്കൂർ നേരത്തേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് പക്ഷേ ആ ചെറിയ ബോട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിലിരുന്ന് യാത്ര ചെയ്യാൻ മാത്രമേ പറ്റുകയുള്ളൂ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വലിയ ബോട്ടായിരിക്കും കുറച്ചുകൂടി നമുക്ക് സൗകര്യം. പിന്നെ ചെറിയ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് പ്രൈവസിയൊക്കെ വേണമെങ്കിൽ ഇതുപോലുള്ള ആ ബോട്ടും യൂസ് ചെയ്യാവുന്നതാണ്. വലിയ ബോട്ടിലാകുമ്പം കാരണം പല ആൾക്കാരുണ്ടാവും, നമ്മൾ പരിചയമില്ലാത്ത ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാകും. പക്ഷേ രസമാണ്. ആ ഒരു യാത്ര വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് കൂടിയാണ്. KTDCയുടെ സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ അതും ഇതുപോലെ തന്നെ ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പീഡ് ബോട്ടുണ്ട്. അതിനും 600 രൂപയാണ് അരമണിക്കൂറിന് ചാർജ് വരുന്നത്. എത്രയാളുണ്ടെങ്കിലും ആ ഒരു റേറ്റ് കൊടുക്കണം, നമ്മൾ ഒരാളാണെങ്കിലും 2 ആളാണെങ്കിലും. വലിയ ബോട്ട് ശരിക്കും ഒരു ട്രാൻസ്പോർട്ട് ബോട്ട് പോലെയാണ്. നമുക്ക് 50 രൂപ കൊടുത്താൽ അരമണിക്കൂർ കറങ്ങി വരാം. ഇപ്പം നമ്മൾ പറശ്ശിനിക്കടവ് അമ്പലത്തിൽ നിന്ന് കുറേ ദൂരെ എത്തിയിട്ടുണ്ട്. നമുക്ക് ദൂരെ കാണാം അമ്പലത്തിൻ്റെ ആ ഒരു വ്യൂ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീനറിയാണ്. നമുക്ക് ആ ഒരു ആകാശവും അതിനിടയിൽ ആ ഒരു ടെമ്പിളും പിന്നെ കുറേ തെങ്ങിൻ തോപ്പുകളും
അതിന് താഴെ ആ ഒരു പുഴയും ഒക്കെ നല്ല മനോഹരമായ കാഴ്ചയാണ്. ശരിക്കും ഈ ബോട്ടിങ് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് കൂടിയാണ്. നമുക്ക് നമ്മുടെ പ്രകൃതിയെയൊക്കെ ഒന്ന് അറിഞ്ഞ് നമ്മുടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ നയന മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് സഞ്ചരിക്കാം. ശരിക്കും ഇപ്പോൾ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. നല്ല ഉച്ചവെയിലിൻ്റെ സമയമാണ്. നമ്മളിപ്പോൾ ആ ബോട്ടിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ നല്ല വെയിലായതുകൊണ്ട് അധികം നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷേ നമുക്ക് ഉള്ളിലോട്ട് അങ്ങനെ അധികം ആ ഒരു വെയിലിൻ്റെ ആ ഒരു ചൂടൊന്നും അറിയുന്നില്ല. നമുക്ക് ആ ബോട്ടിൻ്റെ ക്യാൻവാസിൻ്റെ മറ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് അങ്ങനെ വെയിലൊന്നും അടിക്കുന്നില്ല. പുറത്തധികം നിൽക്കാൻ പറ്റില്ല, നല്ല ആ ഒരു ചൂട് വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടി നമുക്ക് ആ ഒരു കാഴ്ചകൾ നമുക്ക് ആ ചൂടിനെയൊക്കെ മറക്കുന്നുണ്ട്. അതിനേക്കാളും നമുക്കൊന്ന് കണ്ണിന് നല്ലൊരു കുളിർമ കിട്ടുന്ന കാഴ്ചകൾ കാണുമ്പോൾ ആ ഒരു ചൂടൊന്നും നമ്മൾ അറിയുന്നേ ഇല്ല. നമ്മുടെ ബോട്ടിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത്. ഇപ്പം നമ്മൾ ഏകദേശം പകുതി ദൂരം പിന്നിട്ട് ഇപ്പോൾ വണ്ടി നമ്മുടെ ബോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ യാത്ര. ശരിക്കും പറഞ്ഞാൽ അരമണിക്കൂർ പെട്ടെന്ന് തീർന്ന പോലെ തോന്നും. പക്ഷേ നമ്മുടെ ബോട്ട് വളരെ പതുക്കെയാണ് പോകുന്നത്. സ്പീഡ് ബോട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കറിയാം ഹൗസ് ബോട്ട് വളരെ സ്ലോയിലാണ് പോകുന്നത്. ആ വെള്ളങ്ങളൊന്നും ശരിക്കും പറഞ്ഞാൽ ആ വെള്ളം അനങ്ങുന്ന പോലും ഇല്ല. ബോട്ടിൻ്റെ ആ ഒരു മൂമെൻറ്റ്സിൽ അത്രയും വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. നല്ല ആഴമുള്ള പുഴയാണ്, നല്ല പച്ച കളറുള്ള പുഴയാണ്. ആ പുഴയുടെ ആ ദൂരത്തുനിന്ന് ആ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൻ്റെ ആ ഒരു ചുവപ്പും വെള്ളയുള്ള ആ ഒരു കളറൊക്കെ നല്ല മനോഹരമായിട്ട് കാണാം. നമ്മൾ ഷോർട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇനി പറശ്ശിനിക്കടവ് അമ്പലത്തിലേക്കൊക്കെ വരുന്നവർ ഈ ഒരു ബോട്ടിങ് കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 50 രൂപ മാത്രമേ ഒരാൾക്ക് ചാർജ് ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് സർവീസ് ഉണ്ട്. പിന്നെ ഇവിടുന്ന് ട്രാൻസ്പോർട്ട് ബോട്ടിങ്ങും ഉണ്ട്. പണ്ട് മുതലേയുള്ള പഴയങ്ങാടി, വളപട്ടണം പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഇവിടുന്ന് ട്രാൻസ്പോർട്ട് ബോട്ടിംഗ് ഉണ്ട്. അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബോർഡുണ്ട്. അപ്പോൾ ഇനി വരുന്നവർ ഒരു ടൂറിസ്റ്റ് സ്ഥലം കൂടിയാണ് നമ്മുടെ പറശ്ശിനിക്കടവ് ക്ഷേത്രം. എല്ലാവരും വരുന്നവർ ഈ ഒരു ബോട്ടിങ് കൂടി യൂസ് ചെയ്താൽ നമുക്ക് ആ ഒരു ടൂറ് കുറച്ചുകൂടി ഒരു കളർഫുള്ളാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പുതിയ കാര്യങ്ങളായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.